ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു അയല പൊള്ളിച്ചത് എങ്ങനെ വെക്കാം നോക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ അയല എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി കഴുകിയിട്ട് വേണം അരപ്പ് പുരട്ടാനായിട്ട്. ഇപ്പം മീനിലേക്ക് പുരട്ടാനുള്ള അരപ്പിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില. ഇനി വഴറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സബോള, 2 തക്കാളി, 5 എണ്ണം മാത്രമേ ഞാൻ പൊള്ളിക്കാൻ എടുക്കുന്നുള്ളൂ. സബോളയുടെയും തക്കാളിയുടെയും അളവ് കൂട്ടി കുറച്ചും എടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ഇച്ചിരി കൂടിയാലും നല്ലത് തന്നെയാണ്. പിന്നെ കുരുമുളക് നമ്മൾ പൊടിച്ച് തന്നെ എടുക്കണം. കുരുമുളക് പൊടി പാക്കറ്റിൽ എടുക്കാതെ നമ്മൾ പൊടിച്ച് തന്നെ എടുക്കണം. പച്ചമുളക് ഒരു 3 എണ്ണം, പകുതി നാരങ്ങ, പിന്നെ കുറച്ച് വിനാഗിരി. നാരങ്ങ വിനാഗിരി ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. സബോള വഴണ്ട് വരുമ്പോൾ ചേർക്കാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 കൂട്ടം കൂടെ വേണം. മീനിൻ്റെ എണ്ണം അനുസരിച്ച് ഇതിൻ്റെ അളവ് മാറ്റാം. ഇപ്പം നമുക്ക് ഇൻസെറ്റിൽ കാണിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് അരച്ച അരപ്പാണിത്. അപ്പോൾ നമുക്കത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. മീൻ ഒത്തിരി എണ്ണമുള്ളപ്പോൾ നമുക്കിങ്ങനെ നിരത്തി വെച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങ് പുരട്ടിയാൽ നല്ല എളുപ്പത്തിൽ അങ്ങ് നമുക്ക് പുരട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം അരപ്പ് പുരട്ടി കഴിഞ്ഞു. അതിലൊരു 5 എണ്ണം നമ്മൾ പൊള്ളിക്കാനായിട്ട് എടുത്തു. പാനിലേക്ക് എണ്ണ ഒഴിച്ചു. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മീനിടാം. ഇനി നമുക്കൊരു ലിഡ് വെച്ച് പകുതി അടച്ച് വെക്കാം. മുഴുവനായിട്ട് അടച്ചിട്ടില്ല, ഇത്രയും തുറന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹോളും കൂടെ ഉള്ളതുകൊണ്ട് ആവി അങ്ങ് പൊക്കോളും. ഞാൻ അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ തെറിക്കാതിരിക്കാനായിട്ടാണ്. ഇപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. ഒരു ഭാഗം മൂത്താൽ മതിയാവും. ബാക്കി നമ്മൾ വാഴയിലയിൽ വെച്ച് പൊള്ളിക്കുമ്പോൾ റെഡി ആയിക്കോളും. അങ്ങനെ നമുക്കെല്ലാം തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്കൊരു മൺചട്ടിയിലോട്ടൊരു അല്പം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഒരു കഷ്ണം വാഴയില വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആ ചൂടുകൊണ്ടങ്ങ് വാടിക്കോളും. മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വാടി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചതിൽ കുറച്ച് ഇപ്പം ഇടാം. പിന്നെ നമുക്ക് ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം.
കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത മണം വരുന്നുണ്ട്. അതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുത്തു. നാരങ്ങ പകുതി ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സബോള വാടിക്കഴിഞ്ഞു. നമുക്കിനി അത് മാറ്റിയിട്ട് മൺചട്ടി വെച്ച് കൊടുക്കാം. സബോള നിരത്തി കൊടുക്കാം. വാഴയില മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വാഴയില ഇങ്ങനെ ഒന്ന് കറക്കി വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ അത് വെളിച്ചെണ്ണ ആയിക്കോളും. ഇപ്പം അയല ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ ഒരു ഇലയിൽ തന്നെ അങ്ങ് നിരത്തുവാണ്. ഇപ്പം നമ്മൾ കരിമീനോ അല്ലെ അങ്ങനെ ഉള്ള മീനുകളാണെങ്കിൽ നമുക്ക് ഓരോ സെപ്പറേറ്റ് ഇല എടുക്കണം. ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ചങ്ങ് നിരത്താം. ഇനി നമുക്ക് ബാക്കി ഉള്ള സവോളയും കൂടെ അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു വാഴയിലയും കൂടെ നമുക്ക് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തന്നെ മതിയാവും. നമുക്കിനി പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമാണ് നമുക്ക് വരുന്നത്. വാഴയില വാടിയതിൻ്റെ ഒരു മണം, പിന്നെ അത് കൂടാതെ നമ്മുടെ മസാല അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിരിക്കുന്നതുകൊണ്ടാണ്, ആ ചൂടിലാണ് തിളയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ്. അപ്പം അത് തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ അയല പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വാഴയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. കഴിക്കാറാവുമ്പം എടുത്ത് മാറ്റിയാൽ മതിയാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബി ഹാപ്പി, stay peaceful and take care. Bye.